അതുകൊണ്ട് പ്രത്യേകിച്ച് ചെറിയ വരുമാനക്കാരായ പ്രവാസികൾ ശ്രദ്ധിക്കണം. നാട്ടിൽ നിന്ന് എന്ത് ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടാലും ശരി, നിങ്ങളുടെ കുടുംബത്തോടും മക്കളോടും നിങ്ങളുടെ ഭാര്യമാരോടുള്ള ഹക്കുകൾ നിർവഹിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് അതൊക്കെ. അതും ചെലവഴിക്കുന്ന സമയത്ത് ആവശ്യമാണോ എന്ന് ബോധ്യമായിട്ടേ ചെയ്യാവൂ. നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ആവശ്യമായിരിക്കും ആളടിയിൽ മാനം നേടാൻ വേണ്ടി. മാനല്ല നമ്മൾക്ക് ആവശ്യം, അള്ളാന്റെ അടുത്തുള്ള കൂലിയാണ്. ജനങ്ങളുടെ ആളുകൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും, ആളുകൾ വർത്തമാനം പറയുന്നത് നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. സമ്പൽ സമൃദ്ധിയുള്ള ആളുകൾ പോലും അവരുടെ സമ്പത്ത് മുഴുവനും നശിപ്പിക്കുന്ന ദുന്യാവിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലേ? എത്രയോ കുടുംബത്തിലുള്ള പാവപ്പെട്ട ആളുകൾ പൊരല്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കഴിക്കോല് ദ്രവിച്ചു പോയ വീടുകളിൽ താമസിക്കുന്നു. ഇപ്പുറത്ത് നിന്നിട്ട് കൊട്ടാരങ്ങൾ പണിയുന്ന മനുഷ്യന്മാരെ നമ്മളെ നാടുകളിൽ കാണും. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരാള് ചൈനീസ് മോഡൽ കൊട്ടാരം ഉണ്ടാക്കും. അവൻ ചൈനീസ് മോഡൽ ഉണ്ടാക്കിയാൽ പിന്നെ ഇവൻ പുറത്തുള്ളവൻ ജപ്പാനീസ് മോഡൽ, പിന്നെ അങ്ങേ പുറത്തുള്ളവൻ കൊറിയൻ മോഡൽ. വീടാണ് ഉണ്ടാക്കുന്നതൊക്കെ. ഇത് ദുർവ്യയമല്ലേ, ഇസ്രാഫല്ലേ? എന്താണ് ഇതിന്റെ ആവശ്യം? നമ്മൾക്ക് ആരെങ്കിലും പുരണ്ടാക്കിയിട്ടുള്ള അസൂയ കൊണ്ട് പറയൊന്നുമല്ല. പക്ഷെ മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിന് ഒരു ക്രമവും ചിട്ടയും പാലിക്കണം. അവർക്കൊരു വ്യവസ്ഥയില്ല ഇതിനൊക്കെ. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണത്തിലായിരുന്നാലും വീട്ടിലായിരുന്നാലും വസ്ത്രത്തിലായിരുന്നാലും മിതത്വം പാലിച്ചിരിക്കണം. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മീതെയുള്ള ആളുകളിലേക്ക് നോക്കരുത്, നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം. അപ്പോഴേ നിങ്ങൾ മിതത്വം പാലിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് മഹാനായ ഹബീബുനൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ 5 or 6 അംഗങ്ങളുള്ള ഒരു ഫാമിലിക്ക് താമസിക്കാൻ നിങ്ങൾ നല്ല സൗകര്യങ്ങളോടെ ഒരു പുര ഉണ്ടാക്കുകയാണെങ്കിൽ ഏറി വന്നാൽ ഒരു 7-8 ലക്ഷം ഉറുപ്പിക. ഇപ്പൊ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ വില കൂടുന്ന ഒരു ഏരിയ ഉള്ളത്, ചെലവുകളൊക്കെ കൂടുന്ന ആ ഏരിയ. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങളൊരു വീടുണ്ടാക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ ഞാനീ പറഞ്ഞ ഇതേ വീട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 12 ലക്ഷം ഉറുപ്പിക. കാരണം വീട് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, താമസിക്കേണ്ടത് നിങ്ങളാണ്, പണം ചെലവഴിക്കേണ്ടത് നിങ്ങളാണ്. പക്ഷെ അതിന്റെ പ്ലാന് നിങ്ങളുടേതല്ല, അതിലുള്ള ആ കെട്ടിട നിർമ്മാണത്തിന്റെ താല്പര്യം നിങ്ങളുടേതല്ല. പിന്നെ ആരുടേതാണ്? എഞ്ചിനീയറുടേതാണ്. ഒരു സാധാരണ മനുഷ്യന് താമസിക്കാനുള്ള പെരണ്ടാക്കാൻ എന്താണ് ഈ എഞ്ചിനീയറുടെ ആവശ്യം? ഞാനിപ്പോ ഒരു പെരണ്ടാക്കുന്നുണ്ട്, എന്നപ്പണി ഒന്നുകൂടെ അതിന്റെ പ്ലാനും പിന്നെ എസ്റ്റിമേറ്റും ഒക്കെ എന്റെ തന്നെയാണ്, ഞാൻ തന്നെയാണ് അതിന്റെ എഞ്ചിനീയർ. നമ്മൾ കുറച്ച് സാമാന്യ ബുദ്ധിന്റെ ഒരു പുരണ്ടാക്കാൻ എന്ത് സംഭവമുള്ളത്? തിരക്കടില്ല. വലിയൊരു കെട്ടിടം ഉണ്ടാക്കാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ ബിൽഡിംഗ് ഉണ്ടാക്കാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കാണ്, അത് എഞ്ചിനീയർ വേണം. കാരണം അതിന്റെ ടെക്നിക്ക് നമ്മൾക്ക് അറിയില്ല, അത് എന്തൊക്കെ വേണമെന്ന്. ഒരു പുര എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ വേണ്ടത്? നിങ്ങൾക്കതിൽ താമസിക്കാൻ കിടക്കാനുള്ള റൂമുകളല്ലേ വേണ്ടത്, ഒരു അടുക്കളയല്ലേ വേണ്ടത്, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലമല്ലേ, ഒരു അതിഥി വന്നാൽ ഒന്ന് ഇരിക്കാനുള്ള റൂമല്ലേ, ആളുകൾക്കൊന്ന് ഒരു കാറ്റുകൊണ്ട് സംസാരിച്ചിരിക്കാൻ ഒരു സിറ്റ് ഔട്ട്, ഇത്രയും സംഗതിയല്ലേ വേണ്ടത്. ഇതുണ്ടാക്കാൻ എഞ്ചിനീയർ വേണോ? നമുക്ക് സ്വന്തം ആലോചിക്കാനും തീരുമാനിക്കാനും കഴിയില്ലേ? എന്നിട്ട് അതിന് എഞ്ചിനീയർ ഉണ്ടാക്കിയിട്ട് അതിന്റെ മൂലം ഇങ്ങോട്ട് തിരിച്ച് അപ്പുറത്തേക്ക് തിരിച്ചിങ്ങോട്ട് ഇത് നേരെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഒരു 3-4 തിരിക്കൽ വരുമ്പോ എഞ്ചിനീയർക്കും കാശിട്ടും കോൺട്രാക്ടർക്കും കാശിട്ടും ഇതൊക്കെ ഉണ്ടാവും. അനാവശ്യമായ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ. നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ജിദ്ദയിലൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പുര, സാധാരണ ഒരു പുരക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര നമ്മളെക്കാൾ എത്ര കോടീശ്വരന്മാരായ സമ്പന്നന്മാർ ഈ നാട്ടിൽ, അവരൊക്കെ വീടുകൾ നിങ്ങൾ കണ്ടില്ലേ?
ആ വീട് തന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടൂല, കാരണം മുന്നിൽ ഗേറ്റ് പൂട്ടിട്ടതായതുകൊണ്ട് അതിന്റെ ഉള്ളിലാണ് പുരകളൊക്കെ, അകത്ത് ചെല്ലുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഈ എഞ്ചിനീയറുടെ താല്പര്യം, എന്നിട്ട് എഞ്ചിനീയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുര അവിടെ പണിയെടുക്കുന്ന അളിയാനോ അല്ലെങ്കിൽ അമ്മാവനോ മൂത്താപ്പയ്ക്കാരി അവരിങ്ങനെ ഫോൺ ചെയ്യാണ്, എത്ര എസ്റ്റിമേറ്റ്, 9 ലക്ഷം റുപ്യ. ആദ്യം അത് അയച്ചു കൊടുക്കുമ്പോൾ പറയാം അത് പറ്റൂല, 2 ലക്ഷം കൂടി വേണം. എന്ത് 2 ലക്ഷം? അത് എഞ്ചിനീയർ പറഞ്ഞതാണ്. എഞ്ചിനീയറാണ് തീരുമാനിക്കേണ്ടത്. അയാൾക്കറിയോ നിങ്ങൾ ഇവിടെ അധ്വാനിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ വിയർപ്പിന്റെ വില അയാൾക്ക് മനസ്സിലാവും, അയാൾക്ക് പൈസ കാശിട്ടണമെന്നല്ലേ ഉള്ളൂ. അളിയന് വല്ല മുടക്കുണ്ടോ? അവന് ഫോൺ ചെയ്യേണ്ട പണിയല്ലേ ഉള്ളൂ. എന്നിട്ട് ഇതിന് മുഴുവൻ ഇവിടെ നിന്നാണ് നിങ്ങൾ കാശ് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് സ്വയം തീരുമാനം എടുക്കാൻ കഴിയണം, എന്റെ വീട് ഇന്നതായിരിക്കണം, അതിന്റെ ചെലവ് ഇന്നതായിരിക്കണം, അതിൽ ഇത്രയും സൗകര്യങ്ങളാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടാകണം. അത് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഇടിപ്പിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ച ആളുകളോ അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാരോ ഒന്നും അല്ല അത് തീരുമാനിക്കേണ്ടത്, ആണുങ്ങളാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ചെലവുകൾ 25-30% ചുരുക്കാൻ പറ്റും. അങ്ങനെ ഒരു വീട് നിങ്ങൾക്കില്ല എങ്കിൽ ആ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കണം. വീട് അനിവാര്യമാണ്, അതിനുവേണ്ടി സമ്പാദിക്കാതിരിക്കാൻ പറ്റൂല. ഭക്ഷണത്തിന് വേണ്ടി സമ്പാദിക്കുന്നത് പോലെ, വസ്ത്രത്തിന് വേണ്ടി സമ്പാദിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യക്കും കുട്ടികൾക്കും താമസിക്കാനുള്ള ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാക്കണ്ടേ? അത് അതുണ്ടാക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ലാവിഷായിട്ട് ചെലവഴിക്കും. എന്നിട്ട് ഈ പണം ദൂർത്തെടുക്കുക, അവസാനം കാശൊന്നും ഉണ്ടാവില്ല. 10 കൊല്ലായി 12 കൊല്ലായി ഒരു പൊരല്ല ഉസ്താദ് എപ്പോഴും ദ്വാരിക്കുന്നു. നമ്മൾ ദ്വാരന്നുകാണ്ട് പൊര ഉണ്ടാവും, നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാണ് സൂക്ഷിച്ചു വെക്കണ്ടേ, എന്നിട്ട് ചെലവഴിക്കണ്ടേ? വെറും ദ്വാ മാത്രം ദ്വാരക്ക. അതിന്റെ ഇടയ്ക്ക് നല്ലതേനെ വരണ്ടാനൊക്കെ ദ്വാരക്ക. പക്ഷെ ഈ ദ്വാരക്കീന്ന് മാത്രം പറഞ്ഞുകാണ്ട് പൈസ ദൂർത്തടിച്ച് 4 പോത്ത് വാങ്ങാനും 5 പോത്ത് വാങ്ങാനും ആട് വാങ്ങാനും അവിടെ വളയിടാനും ഇവിടെ മോതിരിടാനും ഒക്കെ പൈസ ചെലവഴിച്ചിട്ട് പിന്നെ ദ്വാരുന്നതുകൊണ്ട് മാത്രം കാര്യമാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? കുറച്ചൊക്കെ നല്ല തന്റെ ഇടം കാണിക്കണം. വീട്ടിൽ നിന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്നു, ഇപ്പൊ ഈ ഫോണാണ്, കത്തൊക്കെ അയക്കണ കാലം മറന്നുപോയി. പണ്ടൊക്കെ കത്ത് വരുമ്പോ മാസത്തിലൊരിക്കൽ ബേജാറായാൽ മതിയായിരുന്നു, ആരെങ്കിലും വരുമ്പോ ഒരു കത്ത് കിട്ടുള്ളൂ. ഇപ്പൊ ദിവസം ബേജാറാണ് ഫോൺ ചെയ്യാനേ. വിളിച്ചിട്ട് അതുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ കല്യാണം ഉണ്ട്, ഇവിടെ മറ്റേ സംഗതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കാണ്ട് ഒന്നുമില്ലാതെ കല്യാണത്തിന് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി എന്നാണ് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനെന്താ ഉണ്ടാകാന്ന് നമുക്ക് നോക്കാലോ. 1-2 കല്യാണമൊക്കെ അങ്ങനെ നടന്നു നോക്കട്ടെ. എന്നിട്ട് വല്ല പ്രശ്നം എന്നോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ പോയിട്ട് പറഞ്ഞ് ശരിയാക്കിക്കോളാം. വെറുതെ പെണ്ണുങ്ങൾ അത് പറഞ്ഞു, അവൾ ഇങ്ങോട്ട് വിളിച്ച് എന്തായും പറയാം, ഒരു വള കൊടുത്തേക്കാഞ്ഞാലും മോതിരം കൊടുത്തേക്കാഞ്ഞാലും ഉള്ള പൈസ മുഴുവൻ ഈ വിയർപ്പൊഴിക്കുണ്ടാക്കണ കാശ് മുഴുവൻ ഒരു ഉപകാരമില്ലാതെ സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുത്ത്. ഈ നഗരങ്ങളിൽ, കോഴിക്കോട് നഗരത്തിലൊക്കെ സ്വർണ്ണക്കടകൾ നിങ്ങൾ കണ്ടോ? ആരുടേതാണ് ഇതൊക്കെ? മുസ്ലിങ്ങളുടേതാ? എത്ര ഉണ്ടാവും അതിൽ മുസ്ലിങ്ങളുടേത്? ഈ സ്വർണ്ണക്കടകൾ മുഴുവൻ ആരെ ലക്ഷ്യമാക്കിയിട്ടാണ്? മലബാറിലെ പോയത്തക്കാരായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷ പറഞ്ഞ കാക്കമാരെയും കാക്കാത്തികളെയും കണ്ടിട്ടല്ലേ ഈ സ്വർണ്ണക്കടകൾ മുഴുവൻ കോഴിക്കോട്ട് വന്നത്? എന്നിട്ട് തങ്ങബാബാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കോല്. പോയത്തക്കാർ അതിൽ പെടും എന്ന് വിചാരിച്ചു പെടും ചെയ്യും. എന്നിട്ട് കുട്ടികളെ മക്കളെ എല്ലാം കൂടി വണ്ടി എടുത്തുകാണ്ട് അതിന് മുന്നിൽ കൊണ്ടുപോയി ഇറക്കിയാണ്ട് വിടുകയാണ്. ഞാൻ നാളെ മർക്കസ് കോംപ്ലക്സിൽ നിന്ന് നമ്മളെ സ്വന്തം ഒരു ആചാര്യ കണ്ട്. എന്താ ആചാര്യ ഇവിടെ ഇങ്ങനെ കിടന്നാട് തിരിയണമെന്ന് ചോദിച്ചു, കോംപ്ലക്സിന്റെ പള്ളിക്കൽ. അതൊന്നല്ല, കുട്ടികളും പെണ്ണുങ്ങളെ കണ്ട് അവിടെ ജ്വല്ലറിയിൽ കയറണം. അപ്പൊ മൂപ്പര അവരാണ്ട് ഇറക്കി വിട്ടാണ് മൂപ്പരണ്ട് പോകുന്നതാണ്. അവിടെ പോയി കാണ്ട് ഓൽക്ക് ബുദ്ധിമുട്ടാണ്ട് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? സ്വർണ്ണ കച്ചവടമൊക്കെ പെണ്ണുങ്ങളും കുട്ടികളും. നല്ല കച്ചവടം ചെയ്യാൻ പറ്റിയ ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയുള്ള ഈ പെണ്ണുങ്ങളും കുട്ടികളും. സ്വർണ്ണം അവർക്ക് നല്ല അതിന്റെ ക്വാളിറ്റി നന്നായിട്ട് അറിയും അല്ലേ? ആർക്കാണ് ഇതിനെ പറ്റി അറിയാം? ഇത്രയധികം വഞ്ചിക്കപ്പെടുന്ന ഒരു കച്ചവടം സ്വർണ്ണ കച്ചവടം പോലെ വേറെ ഇല്ല. കാരണം ആർക്കാണ് ഇതിന്റെ ക്വാളിറ്റി അറിയാം? ഈ സ്വർണം കച്ചവടം ചെയ്യുന്ന ആൾക്ക് അതിന്റെ ക്യാരക്ടർ അറിയും ഞങ്ങൾ വിചാരിച്ചത്. എങ്ങനെയാണ് അതിന്റെ ക്യാരക്ടർ അറിയാം? അവന് ഇന്നലെ വരെ നമ്മളെ കൂടെ നടന്ന ആളല്ലേ അവൻ. ഇന്നിപ്പോ അവന്റെ പിന്നെ ബോഡി ഷേപ്പ് ഒക്കെ കണ്ടുകാണ്ട് സ്വർണ്ണക്കടി കയറ്റിയതാണ് അവൻ. അപ്പോഴേക്കും വേണ്ടി ക്യാരറ്റ് വഹി വരുന്നുണ്ട് അവന് വിവരം കിട്ടാൻ. ഒരു ചുക്കും അറിഞ്ഞിട്ടല്ല, പക്ഷെ അവൻ ഇത്ര ക്യാരറ്റ് എന്ന് പറയുമ്പോ അല്ലാന്ന് പറയാൻ നമ്മൾക്കും വിവരം ചെല്ലോ, അതുകൊണ്ടും ഉണ്ടായിരിക്കാണ്. എന്നിട്ട് പറഞ്ഞ പൈസയും കൊടുത്തുകാണ്ട് വാങ്ങിപ്പോരാ. വലിയ കടയിലൊക്കെ ചെന്നാൽ ആളുകൾ വില വേശൂലല്ലോ. പറഞ്ഞ ബില്ല്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൽ ബില്ല് കിട്ടിയാൽ തന്നെ ആൾക്കാർക്ക് പേടിയാണ്. പൈസ കൊടുക്കല്ലാതെ എന്താന്ന് നോക്കൂല. കാരണം അതിൽ ചിലപ്പോൾ അക്ഷരങ്ങൾ ഓരോ കോഡൊക്കെ ഉണ്ടാകുക. അപ്പൊ ഇത് എന്താന്ന് ചോദിക്കണേ? മാനക്കേടല്ലേ, എനിക്ക് വിവരം ഞാൻ തോന്നൂല വിചാരിച്ച് ശരിയാണൊക്കെ മടക്കി കീസിന്റെ പൈസയും കൊടുത്താണ് പോരും. ആശുപത്രികളിലൊക്കെ ഉണ്ട് അങ്ങനെ. ആശുപത്രിയിലൊക്കെ ചെന്നാൽ ബില്ല് വാങ്ങിയാൽ ഇതെന്താ നോക്കൂലല്ലോ. കഫം പരിശോധിച്ചാൽ എന്താണ് ഒന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാവും. കഫം എഴുതിയിട്ടുണ്ടാവില്ല, ഒക്കെ ഇംഗ്ലീഷിൽ 1-2-3 അക്ഷരം ഇട്ടുകാണ്ട് ബില്ല് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എന്താന്ന് ചോദിക്കണ മോശമല്ലേ? എന്നിട്ട് മുണ്ടാതെ പൈസയും കൊടുത്തുകാണ്ട് പോരും. ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ഈ സമൂഹം. മുമ്പാരോ പറഞ്ഞല്ലോ, കോഴിക്കോട് നിന്നൊരു സെമിനാറിൽ പ്രസംഗിച്ച പറഞ്ഞു, കോഴിക്കോട് നഗരത്തിൽ ഒരു സുനാമി ഉണ്ടായി നോക്കുക. വലിയൊരു സുനാമി ഉണ്ടായിട്ട് ഈ നഗരം പാറ്റ അങ്ങ് നശിച്ചുപോയി.
ഒന്നുമില്ലാതെ, കെട്ടിടങ്ങളുമില്ല, മനുഷ്യന്മാരുമില്ല, നൗദുബില്ലാ, അതൊക്കെ ആക്കട്ടെ, പറ്റങ്ങ് നശിച്ചു പോയി നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ കുറെ കാലം കഴിഞ്ഞൊരു 200 അല്ലെങ്കിൽ 300 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയൊക്കെ നന്നായി ആളുകളൊക്കെ അങ്ങനെ കുറേശ്ശെ വന്ന് താമസിക്കലൊക്കെ തുടങ്ങി. അപ്പോ ഏതോ വലിയ ഗവേഷകന്മാര് പുറത്തുനിന്ന് വന്നുകാണ്ട് അവിടെ പഠനങ്ങൾ നടത്തി. പണ്ട് സുനാമി ഉണ്ടായ സ്ഥലം എന്നുള്ള നിലക്ക് അങ്ങനെ ഭൂമിയൊക്കെ കുഴിച്ചു നോക്കി ഗവേഷണം നടത്തിയപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ കിട്ടിയത് ഈ സ്വർണ്ണക്കടയിലെ ബില്ലാണ് നോക്കുക. സ്വർണ്ണക്കടയിലെ ബില്ല്, അതുപോലെ ആശുപത്രിന്റെ ബില്ലുമാണ് നോക്കുക. എന്താ ഉണ്ടാവുക? അത് പരിശോധിച്ചിട്ട് അന്നത്തെ